പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താതെ ഇനിയൊരു ദീപക്കോ മുകേഷോ നായരോ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ്. ദീപകിന്റെ കുടുംബത്തിന് ദീപകിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ള ഒരു സ്ത്രീയുടെ പരാക്രമത്തിൽ ഇന്നൊരു സാധു മനുഷ്യൻ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് പുരുഷന്മാരിൽ ഒരാൾ. പ്രായമായ മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്നു. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ദീപക്. ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. ആ അതിജീവിതന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി മിഷൻ മെൻസ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു. രാഹുൽ ഈശ്വറുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ മുകേഷ് നായർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ദീപകിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്നും ആദ്യഘട്ട സഹായമായി 1 ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്നുമാണ് പ്രഖ്യാപിച്ചത്. രാഹുൽ ഈശ്വർ ഓൺലൈനായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ദീപകിനെതിരെ ഉയർന്ന പരാതിയിൽ സമഗ്രമായ നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും സർക്കാർ അടക്കമുള്ള ബന്ധപ്പെട്ട ഏജൻസികൾ ആവശ്യമായ പിന്തുണ നൽകണമെന്നുമാണ് ഈ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിജീവിതയുടെ രണ്ടാമത്തെ പരാതി പ്രകാരം രാഹുലിന് ചെറിയൊരു നിയമപ്രശ്നത്തിൽ പറ്റി പുള്ളി ഗൂഗിൾ മീറ്റിൽ ഞങ്ങളായിട്ട് സംസാരിക്കും. മിഷൻ മെൻസ് കമ്മീഷൻ ആണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത്. വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അതിജീവിതൻ എന്ന് തന്നെ നമ്മൾ പറയണം. അദ്ദേഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത്. പക്ഷെ അവസാന നിമിഷം രാഹുലിന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും മിഷൻ മെൻസ് കമ്മീഷന്റെ ഫൗണ്ടറും അദ്ദേഹം ഫൗണ്ടറും ഞാൻ കോ ഫൗണ്ടറുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്, ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ വകയായിട്ട് നമ്മൾ ദീപകിന്, നമ്മളെ പേര് പറയുന്നില്ല, അതിജീവിതന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന ആദ്യ ഘടുവായിട്ട് 1 ലക്ഷം രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലും കൂടെ ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം സർക്കാരിന്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഹുലിന്റെ നമ്മുടെ അതിജീവിതന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണം. അപ്പം അദ്ദേഹം വിളിച്ച് സംസാരിക്കും. നേരിട്ട് വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് അദ്ദേഹം ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ജാമ്യത്തിന്റെ ഹിയറിംഗും കൂടെയാണ്. പക്ഷേ മുൻകൂർ ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ്. 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസ് ആയി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപകിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. 2, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരുന്നു. DGP പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മെയില് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ പരാതിയുമായി മുമ്പോട്ട് പോകും. ദീപകിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം അറിഞ്ഞു. ദീപകിന്റെ മാതാവിനും പിതാവിനും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും. 3, ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപകിനോടുള്ള അനാദരവാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടെ ഇല്ലാത്ത ദീപകിനോടുള്ള അവഹേളനമാണ്.
ഈ വിഷയം രാഷ്ട്രീയമല്ല, ഈ വിഷയം മതമല്ല, വർഗീയതയല്ല. ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലെ ചെറുപ്പക്കാരനെ 1 മാസം 1.5 മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ ഫസ്റ്റിലേക്ക് വിളിച്ച് DGPയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം IT ആക്ടും ഇടണം. ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം ചെയ്തു എന്നാണ്. പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപക്കിന് നീതി വേണം. ദീപക്കിന്റെ നീതി, നിയമ വിശ്വാസിക്കുന്ന നീതി ദീപക്കിന് കൊടുക്കണം. ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. എന്റെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് ദീപക്കിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ 1 ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു. പൊതുസമൂഹം, മാധ്യമങ്ങൾ, ബെൻസ് കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സുഹൃത്താകാം. അങ്ങനെ സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത വിഷയമാണ്. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വേദനയിൽ, അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. കാര്യം ആ പെൺകുട്ടി പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത്. ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയ ആക്ഷൻ വേണം. ഒരു പ്രസ് നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് വായിക്കണം. എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദീപക്കിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും. ദീപക്കിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപക്കിന്റെ ആത്മഹത്യയിലേക്ക് തെളിവിട്ട ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം. 3, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആ വീഡിയോ വെർട്ടിക്കലായിട്ട് വെക്കാമെങ്കിൽ ഹൗസ് ഹോൾഡേഴ്സൊക്കെ പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദീപക്കിന്റെ വിഷയം സജീവമായി നിങ്ങൾ ഓരോരുത്തരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുകേഷ്, വീഡിയോ ഹൊറിസോണ്ടലായിട്ട് വെക്കാമെങ്കിൽ വെക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുകേഷിന്റെ സൗകര്യം കൊണ്ടാണ്. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അവർക്ക് കാണുന്ന രീതി ഈ ഓൺലൈനായിട്ട് പത്രസമ്മേളനം അഡ്രസ് ചെയ്യുന്നതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന കാര്യം മറ്റൊരു അവസ്ഥ ഇപ്പോൾ ഇല്ലാതുള്ളതുകൊണ്ടാണ്. ഇന്നലെ ക്യാൻസൽ ചെയ്ത് വരാനിരുന്നതാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളും അടക്കം നമ്മളും കൂടി എന്താ പറയണേ, ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സേഫായി നിന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അത് ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദീപക്കിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ബെൻസ് കമ്മീഷൻ കൊണ്ടുവരണം. 246 ബില്ലായി നമ്മുടെ നിയമസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. അത് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട. ഓൾറെഡി ബില്ലായി പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ്, അതായത് ഇടത് സർക്കാർ തന്നെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരികയും അവർ ബില്ലായി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇനിയും ഒരു ദീപം ഉണ്ടാവരുത്. അത് നമ്മുടെ നിശ്ചയദാർഢ്യമായിരിക്കണം. അതിനുവേണ്ടി ഏവരുടെയും പിന്തുണ വേണം. ആ പെൺകുട്ടിക്കെതിരെ ഇമ്മീഡിയറ്റ്ലി നടപടിയെടുക്കണം. ഇപ്പോൾ പോലും ദീപക്കിനെ അധിക്ഷേപിക്കുന്ന, ദീപക്കിന്റെ വീട്ടുകാരെ അധിക്ഷേപിക്കുന്ന ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറ്റുള്ളൂ. മരിച്ച ഒരാളോട് നമ്മൾ കാണിക്കേണ്ട കരുണയെങ്കിലും ദീപക്കിനോട് കാണിക്കണം. ദീപക്കിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടില്ല. ദയവായി ശ്രദ്ധിക്കണം, തെറ്റുണ്ടായിട്ടില്ല. ആ വീഡിയോയിൽ നിന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയും സൈബർ നിക്ഷേപവും ചുമത്തി ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കണം.
അതിന്റെ പുറകെ ഏതറ്റം വരെ പോവുകയും ദീപകിന്റെ കുടുംബത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും പ്രസ് നോട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്ത് അയച്ചിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു പാരഗ്രാഫേ ഉള്ളത് വായിക്കുകയാണ്. അതിനിപ്പോ രണ്ട് കാര്യങ്ങൾ പറയാണ്. കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൽ ഒരുപക്ഷെ ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ കേസിൽ ഒരു ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തിട്ട് ഞാനൊരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ വീഡിയോകളും അത് മൊത്തം ഒരു CCTVയുടെ താഴെ സംഭവിച്ചതായതുകൊണ്ടും എന്നോട് പെൺകുട്ടി കാശ് ചോദിച്ചതിന്റെ തെളിവ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളാണ്. കാരണം എന്തോ ഭാഗ്യത്തിന് പിന്നെ എന്റെ മനക്കെട്ടി ഉള്ളത് കൊണ്ട് ഞാൻ സൂയിസൈഡിനൊന്നും ശ്രമിച്ചില്ല. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഒരു നിമിഷത്തെ ജസ്റ്റ് ഒരു ചിന്താഗതി മാറിപ്പോയാൽ മതി ഒരാൾ സൂയിസൈഡ് ചെയ്യും. കാരണം അയാൾ എങ്ങനെ ഫേസ് ചെയ്യും. പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആയിരുന്നതുകൊണ്ട് ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് എന്ത് പറയും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾ അത് പ്ലേ അപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാരണം ഇത്തരം സാഹചര്യങ്ങൾ ആർക്കും എപ്പോഴും ഇനി എങ്ങനെ ഉണ്ടാവാന്നുള്ള കാര്യമാണ്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും സൂയിസൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നാട് വിട്ട് കളയാന്നോ അല്ലെങ്കിൽ ഒളിച്ചോടി ഒരിക്കലും മാറി നിൽക്കരുത്. നമ്മൾ നേർക്ക് നേരെ ഒന്ന് ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം. ഈ നാട്ടിൽ കോടതിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്റെ കാര്യത്തിൽ കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ്. കോടതി എന്റെ പ്രൂഫ് എല്ലാം കേട്ട് എനിക്ക് ആദ്യമേ ആന്റിസിപ്പേറ്റ് തന്നു. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായി ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. അപ്പം ഞാനും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഹുൽ ഈശ്വർ ഈ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ച ഒരാളാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ അത് നമുക്ക് അതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആരിൽ നിന്ന് ഒരു ഡൊണേഷനോ ഒന്നും സ്വീകരിച്ചിട്ടല്ല. എന്റെയും രാഹുലിന്റെയും മെൻസ് കമ്മീഷന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ആ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്നത് ഇപ്പം തൽക്കാലം കൊടുക്കാൻ പറ്റുന്ന 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ നമ്മൾ എത്രയും പെട്ടെന്ന് രാഹുലും ഞാനും നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത് ഇത്തരം ഒരു പൊതു അറിയിപ്പായിട്ട് കൂടെ നിങ്ങൾ കൊടുക്കണം. ഇത്തരം ഇതുപോലുള്ള വ്യാജ കേസുകൾ വന്നാൽ ആരും വിഷമിക്കരുത്. ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെടാം. സൗജന്യ നിയമസഹായം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്സോ വാദിക്കുന്ന വക്കീലുണ്ട്, ക്രിമിനൽ ഇതുപോലത്തെ ഡൊമസ്റ്റിക് വയലൻസ് വാദിക്കുന്ന വക്കീലുണ്ട്, അല്ലെങ്കിൽ റേപ്പ് കേസുകൾ വാദിക്കുന്ന വക്കീലുണ്ട്. അവരുടെ ഒക്കെ നിയമസഹായം നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ വഴി അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട് ഇപ്പം എന്റെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് രാഹുലിന്റെ കയ്യിൽ. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം രണ്ടുപേരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇദ്ദേഹം ഇപ്പൊ ദീപകിന്റെ വീട്ടുകാർക്കാണെങ്കിലും നമ്മൾ ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നത് നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ രാഹുലിന് കിട്ടുന്ന ആ ഒരു ഇതാണ് നമ്മൾ അവരിലോട്ടും കൂടെ എത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾ ഒരു വാർത്ത വരുമ്പോൾ ഒരു പീഡന വാർത്ത, ഒരു FIR, ഒരു എക്സാമ്പിൾ പറയട്ടെ, ഈ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ക്രൗഡുണ്ട്. ഈ ക്രൗഡിനകത്ത് ഇതേ സമയം 12:31 സമയത്ത് ഈ ഇരിക്കുന്ന, എനിക്ക് ആരുടെങ്കിലും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല, ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുകൊണ്ട് പെൺകുട്ടി പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ FIR ലോഡ്ജ് ആവും. FIR ലോഡ്ജ് ആയ ഇന്ന ചാനലിൽ ഇന്ന ക്യാമറമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ പീഡന കേസിൽ പ്രതി എന്ന് പറഞ്ഞ് വാർത്ത വരും. പിന്നീട് തെളിയിക്കത്തുള്ളൂ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഇത്രയും സാക്ഷികളെ വിസ്തരിക്കണം, ഇവിടുത്തെ CCTV എടുത്തു കൊടുക്കണം. അപ്പോഴത്തേക്ക് പുള്ളിയുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പുള്ളി നാറി കാണും. പിന്നെ ഈ വാർത്ത എത്ര പ്രാധാന്യത്തോടെ പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹം ഫ്രീ ആക്കി എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയൊരു ദീപക്കോ മുകേഷോ നായരോ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ്. ദീപകിന്റെ കുടുംബത്തിന് ദീപകിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഈ ഒരു പത്രസമ്മേളനം അവസാനിക്കും.